ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വിക്ക് സമ്മറിയാണ്. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോ മതിയാവും ഈ ചാപ്റ്ററിലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചവരാണ്, ഇത് റിവിഷൻ ആയിരിക്കും. ഒന്നും പഠിക്കാത്തവരാണ്, ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ വീഡിയോ നിങ്ങൾക്ക് വേണേൽ അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നെയിംസ് ആൻഡ് നെയിംസ് എക്സാമിനർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അവിടെ പോകുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ധാരാളം മതിയായിരിക്കും. ഓക്കെ, ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഓരോരോ ഡിസ്കോഴ്സും ഡയറി എൻട്രി ആയിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, ഒക്കെ ചാപ്റ്ററിലെ കണ്ടന്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ചാപ്റ്റർ മനസ്സിലാവാത്ത പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടറാണ് കുഞ്ഞിച്ചിരുത്ത. കുഞ്ഞിച്ചിരുത്ത ഇസ് എ യങ് ഗേൾ ഫ്രം കേരള, കേരളത്തിൽ നിന്നാണ്. ഹു മൂവ്സ് ടു ന്യൂജേഴ്സി, അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ് അല്ലേ. ഈ കുട്ടി മൂവ് ചെയ്ത് അവിടേക്ക് മാറി അല്ലേ. ഷീ ലവ്സ് വാച്ചിങ് വെഹിക്കിൾസ് ആൻഡ് പീപ്പിൾ ഫ്രം എ ഗേറ്റ്. ഗേറ്റിൽ ഇങ്ങനെ നിന്ന്, വീടിൻ്റെ ഗേറ്റിൽ നിന്നിട്ട് വഴി കൂടെ പോകുന്ന എന്താണ് വെഹിക്കിൾസും, കാറുകളും ബൈക്കുകളും പിന്നെ ആൾക്കാരൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. ഷീ സർപ്രൈസ്ഡ് ബൈ ദ ചേഞ്ചിങ് ലെങ്ത് ഓഫ് ഡേയ്സ്. അപ്പോൾ അമേരിക്കയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ രാത്രി സമയം ആവുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ഭയങ്കര ലേറ്റ് ആവുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ 6 മണിയാകുമ്പോഴത്തേക്കും എന്താണ് ഇരുടും. അവിടെ ചിലപ്പം ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ 9 മണിയൊക്കെ ആവും. 9 മണി വരെ ലൈറ്റ് ഉണ്ടാവും. 9 മണിയൊക്കെ ആകുമ്പോൾ രാത്രി ആവുള്ളൂ. ചില സമയത്ത് നേരെ തിരിച്ചായിരിക്കും, ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ രാത്രിയാവും. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് അല്ലേ, അമേരിക്ക യൂറോപ്പിലൊക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ ഭയങ്കര സർപ്രൈസ് കാണാം. നമ്മുടെ നാട്ടിലെ എല്ലാ ദിവസവും എന്താണ് ഓൾമോസ്റ്റ് 6-7 മണിയാകുമ്പോൾ രാത്രി പോലെ ആവും അല്ലേ. അവിടെ പക്ഷെ അങ്ങനെയല്ല. ഇൻ ജൂലൈ ദ സൺ സെറ്റ് അറ്റ് 8:30 PM, ബട്ട് ഇൻ വിന്റർ ഇറ്റ് സെറ്റ്സ് ബിഫോർ 5 PM. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജൂലൈ ഒക്കെ സമയമാകുമ്പോൾ 8:30 വരെ എന്താണ് സൂര്യൻ ഉണ്ടാവും, ബ്രൈറ്റ് ആയിരിക്കും, രാവിലെ പോലെ ആയിരിക്കും. പക്ഷേ വിന്റർ ആകുമ്പോഴത്തേക്കും 5 മണിയാകുമ്പോഴത്തേക്കും ഇരുടും. കുഞ്ഞിച്ചിരുത്ത ഹാസ് ബീൻ സ്റ്റഡിങ് ഇൻ എ ന്യൂ സ്കൂൾ ഫോർ 6 months. 6 മാസമായി ഈ അമേരിക്കയിലെ പുതിയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ലേൺസ് ഇംഗ്ലീഷ് വെരി ക്വിക്ക്ലി. ഇംഗ്ലീഷൊക്കെ ഭയങ്കര എളുപ്പത്തിൽ മാസ്റ്റർ ചെയ്തു. ഹർ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് ആർ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും ഒരു പ്രശ്നമില്ല, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മിസ് ഹോപ്കിൻസ്, ഹർ മാത്തമാറ്റിക്സ് ടീച്ചർ, ട്രൈസ് ഹാർഡ് ടു മേക്ക് ഹർ കംഫർട്ടബിൾ. അപ്പോൾ വളരെയധികം എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഈ ഒരു സ്കൂളിലേക്ക് കുഞ്ഞിച്ചിരുത്തേനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. However, കുഞ്ഞിച്ചിരുത്ത feels upset because they cannot pronounce her name correctly. അപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും എന്താണ് കുഞ്ഞിച്ചിരുത്തയുടെ പേര് പ്രോപ്പറായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കുഞ്ഞിച്ചിരുത്ത എന്നൊക്കെയാണ് പറയുന്നത്. There are 24 students in a grade 1 class. Nearly half of them belong to immigrant families from Canada, Mexico, Italy, the UAE, Egypt and China. അപ്പോൾ പകുതിയോളം കുട്ടികൾ വേറെ വേറെ രാജ്യത്തു നിന്നാണ്. ആകെ പകുതി കുട്ടികളെ ഉള്ളൂ എന്ത്, അമേരിക്കയിൽ നിന്ന്. കുഞ്ഞിച്ചിരുത്ത ഇസ് ദി ഒൺലി ഇന്ത്യൻ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ആകെ കുഞ്ഞിച്ചിരുത്ത മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് സംഭവിക്കുന്നത്? പ്രകാശ് റൺസ് എ കൺഫെക്ഷനറി നിയർ ഹെർ സ്കൂൾ. ഇപ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞൊരു മാമൻ ഉണ്ടായിരുന്നു. മൂപ്പര് അമേരിക്കയിലെ ഒരു ഇന്ത്യക്കാരനാണ്. അവിടെ ഒരു കൺഫെക്ഷനറി, ബേസിക്കലി സ്വീറ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു കട അവിടെ സ്കൂളിനടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. He looks like her uncle Harish but is almost as old as മുത്തശ്ശൻ. അപ്പോൾ നാട്ടിലെ കുഞ്ഞിച്ചിരുത്തയുടെ ശരിക്കത്തെ അങ്കിൾ ഹരീഷിനെ പോലെയായിരുന്നു ഈ ഒരു പ്രകാശ് മാമനെ കാണാനുണ്ടായിരുന്നത്. പക്ഷേ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ മുത്തശ്ശൻ അത്ര പ്രായമുണ്ട് താനും. കുഞ്ഞിച്ചിരുത്ത കോൾസും പ്രകാശ് അങ്കിൾ എന്നാണ് കുഞ്ഞിച്ചിരുത്ത വിളിച്ചുകൊണ്ടിരുന്നത്. മാമൻ, നമ്മുടെ നാട്ടിലൊക്കെ മാമന്മാരെ മാമൻ എന്നാണ് വിളിക്കുക, അല്ലെ പ്രകാശ് എന്നാണോ വിളിക്കുക? അല്ലല്ലോ. ഷീ ഈസ് ഡിലൈറ്റഡ് വെൻ ഹീ പ്രൊനൗൺസസ് ഹെർ നെയിം കറക്റ്റ്ലി. അപ്പോൾ ഈ ഒരു പ്രകാശ് മാമൻ എന്താണ് കറക്റ്റായിട്ട് കുഞ്ഞിച്ചിരുത്തയുടെ പേര് പ്രൊനൗൺസ് ചെയ്യും. കാരണം മൂപ്പര് ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. ഹെർ നെയിം കംസ് ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു became a school teacher at 18. അപ്പോൾ ഈ ഒരു പേര് കുഞ്ഞിച്ചിരുത്ത എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൾഡ് ഫാഷൻ പേര് എവിടുന്നാണ് വരുന്നത്? ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അമ്മയുടെ പേരാണ് കുഞ്ഞിച്ചിരുത്തേക്ക് കൊടുത്തത്. അമ്മൂമ്മയുടെ അമ്മ ഒരു സാധാരണ സ്ത്രീ അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് എന്താണ്, ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഓക്കെ, 18-ാം വയസ്സിൽ സ്കൂൾ ടീച്ചറായിരുന്നു. വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പ്രകാശ് കെയിം ടു അമേരിക്ക നിയർലി 50 years. അപ്പോൾ 50 വർഷമായി പ്രകാശ് എന്ത് ചെയ്തു, അമേരിക്കയിൽ ജീവിക്കാൻ തുടങ്ങി. കുഞ്ഞിച്ചിരുത്ത ആകെ 6 മാസമായിട്ടുള്ളൂ അല്ലേ. ആന്റോണറ്റ്, അപ്പോൾ പ്രകാശിൻ്റെ കാര്യം ജസ്റ്റ് ഓർത്തൊക്കെ ഒരു കൺഫെക്ഷൻ നടത്തുന്ന ആളായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കുഞ്ഞിച്ചിരുത്തയുടെ പേരെന്താണ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞിച്ചിരുത്തിക്ക് സന്തോഷമായി. ഇത്രയുള്ള സംഭവം. പ്രകാശാണ് ചോദിക്കുന്നത് എവിടെ നിന്നാണ് നിൻ്റെ പേരൊക്കെ വന്നത്. അപ്പോൾ കുഞ്ഞിച്ചിരുത്ത് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദർ മുതുമുത്തശ്ശിയുടെ അടുത്താണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി പുതിയൊരു ക്യാരക്ടർ വരുന്നു, ആന്റോണറ്റ്. അല്ല, ആന്റോണറ്റ്.
ആന്റ്വാനെറ്റ് എന്നൊക്കെ പറയും. എ ഗേൾ ഫ്രം മാർസെയ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്ന് വന്നൊരു കുട്ടി ജോയിൻസ് ക്ലാസ്, കുഞ്ചിച്ചിരത്തയുടെ ക്ലാസ്സിലേക്ക് പുതുതായി വന്നു. ഹർ ഫാമിലി മൂവ് ടു ന്യൂ ജേഴ്സി ബിക്കോസ് ഓഫ് അവർ മദേഴ്സ് വർക്ക്. അമ്മയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി അമേരിക്ക വന്നതുകൊണ്ടാണ് ഈ ഒരു കുട്ടി ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നത്. ആന്റോണറ്റ് ആൻഡ് കുഞ്ചിച്ചിരുത്ത സൂൺ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയി. ബോത്ത് ഓഫ് ദം ലേൺ ടു പ്രൊനൗൺസ് ഈച്ച് അതേഴ്സ് ഡിഫിക്കൽട്ട് നെയിംസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, രണ്ടുപേരും കറക്റ്റായിട്ട് അവരവരുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു. ആന്റോണറ്റ് കുഞ്ചിച്ചിരുത്തയുടെ പേര് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് പഠിച്ചു. ആന്റോണറ്റിന്റെ പേര് കുഞ്ചിച്ചിരുത്തി ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് പഠിച്ചു. ബാക്കിയുള്ളവർക്ക് ആർക്കും ആന്റോണറ്റും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, കുഞ്ചിച്ചിരുത്തി പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ലേറ്റർ കുഞ്ചിച്ചിരുത്ത ഈവൻ ടീച്ചേഴ്സ് കുഞ്ചിച്ചിരുത്തയുടെ അമ്മ ടു പ്രൊനൗൺസ് ആന്റോണറ്റ്സ് നെയിം. പക്ഷെ അമ്മയ്ക്ക് എന്താണ് കാര്യമായിട്ട് പ്രൊനൗൺസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ചാപ്റ്ററിലെ മെയിൻ ഐഡിയ എന്താണ്? വി മസ്റ്റ് റെസ്പെക്ട് പീപ്പിൾസ് നെയിംസ്, ലാംഗ്വേജസ് ആൻഡ് കൾച്ചേഴ്സ്, കൈൻഡ്നെസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഹെൽപ്പ് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ ഇൻ എ ന്യൂ പ്ലേസ്. ഈ ഒരു ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഐഡിയാസും മെയിൻ സ്റ്റോറി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു. പോയി തകർക്ക് മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷ പൊളിക്കും. ഓക്കെ, മാത്രമല്ല ബാക്കിയുള്ള ഓരോരോ വീഡിയോസ്, നമ്മുടെ ഡിസ്കോഴ്സുകളുടെ വീഡിയോസ് ആയിക്കോട്ടെ, ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. അതും കൂടെ പഠിച്ചു പോയാൽ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. സെറ്റാക്കുക, നമുക്ക് കാണാം.